നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ, SUT ആശുപത്രിയിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. എന്താണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി? ഈ ശാഖയെ പറ്റിയുള്ള അവബോധം പൊതുജനങ്ങൾക്കിടയിൽ കുറവാണ്. റേഡിയോളജി അല്ലെങ്കിൽ സ്കാനിംഗ് വിഭാഗം എന്നാൽ നമുക്കെല്ലാം സുപരിചിതമാണ്. എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI മുതലായ സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി രോഗനിർണയം നടത്തുന്ന ഒരു പ്രധാന മോഡേൺ മെഡിസിൻ ശാഖയാണ് റേഡിയോളജി. ഈ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി രോഗാവസ്ഥ എവിടെയാണെന്നും ഏത് അവയവത്തിൽ ഏത് ഭാഗത്താണെന്നും കൃത്യതയോടെ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇത്തരത്തിൽ രോഗാവസ്ഥ എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയ ഉപകരണങ്ങൾ ഇതേ സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ചെറിയ സുഷിരങ്ങൾ വഴി രോഗം ഇരിക്കുന്ന ഭാഗത്തോട്ട് കടത്തിവിട്ട് ആ രോഗത്തെ ചികിത്സിക്കാൻ സഹായിക്കുന്ന ഒരു ശാഖയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി. എന്താണ് ഈ ചികിത്സയുടെ സവിശേഷതകൾ? ഇത്തരം ചികിത്സകൾ ചെയ്യുന്നത് വളരെ ചെറിയ സുഷിരങ്ങൾ വഴി വളരെ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ മുറിവുകളോ വലിയ രീതിയിലുള്ള അനസ്തീഷ്യ അല്ലെങ്കിൽ പൂർണ്ണ തോതിലുള്ള മയക്കം നൽകേണ്ട ആവശ്യമോ ഇല്ല. വലിയ മുറിവുകളും വലിയ അനസ്തീഷ്യയും ആവശ്യമില്ലാത്തതിനാൽ ഈ ചികിത്സയ്ക്ക് വേണ്ട ആശുപത്രിവാസം വളരെ കുറവാണ്. സാധാരണ നിലയിലേക്ക് രോഗികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി വരുവാനും സാധിക്കുന്നു. ഏതെല്ലാം രോഗങ്ങൾ ഈ രീതിയിലൂടെ ചികിത്സിക്കാം? തല മുതൽ പാദം വരെയുള്ള വിവിധ രോഗങ്ങൾക്ക് ഇന്ന് ഇത്തരം ചികിത്സകൾ ലഭ്യമാണ്. പ്രധാനമായും രക്തക്കുഴലിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കും അമിത രക്തയോട്ടമുള്ള മുഴകൾക്കും ആണ് ഈ ചികിത്സകൾ പ്രധാനമായും ചെയ്യുന്നത്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, ഗർഭാശയത്തെ ബാധിക്കുന്ന ഫൈബ്രോയിഡ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, കരളിനെ ബാധിക്കുന്ന മുഴകൾ എന്നിവയ്ക്കെല്ലാം, ഇതുകൂടാതെ തലയിലും കഴുത്തിലും വരുന്ന രക്തയോട്ടം കൂടിയ മുഴകൾ, ഇവയ്ക്കെല്ലാം ഈ ചികിത്സ വഴി, എംബോളൈസേഷൻ ചികിത്സ വഴി നല്ല രീതിയിൽ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. ഇതുകൂടാതെ കരളിനെയും ശ്വാസകോശത്തിനെയും ബാധിക്കുന്ന രോഗങ്ങൾക്ക് നേരിട്ട് സൂചി കടത്തി ചെയ്യുന്ന അബ്ലേഷൻ അല്ലെങ്കിൽ കരിച്ചു കളയുന്ന ചികിത്സയും ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി സാധിക്കുന്നു. ഓപ്പറേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അമിത രക്തസ്രാവം പ്രതീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ എംബോളൈസേഷൻ ചെയ്യുക വഴി ഓപ്പറേഷൻ സമയത്തുള്ള നഷ്ടം നല്ല രീതിയിൽ നിയന്ത്രിക്കുവാനും ഓപ്പറേഷൻ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുവാനും സാധിക്കുന്നു. ഇതുകൂടാതെ രക്തയോട്ടം തടസ്സപ്പെട്ടുണ്ടാകുന്ന വിവിധ തരം രോഗങ്ങൾ, തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, കാലുകളെ രക്തക്കുഴൽ തടസ്സപ്പെട്ടുണ്ടാകുന്ന മുറിവുകൾ, ഉണങ്ങാൻ താമസം വരുന്ന മുറിവുകൾ, ഇവയ്ക്കുള്ള ചികിത്സകളായ ത്രോംബക്ടമി, ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റിങ് എന്നിവയെല്ലാം ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സാ രീതിയിലൂടെ സാധിക്കുന്നു. അശുദ്ധ രക്തക്കുഴലുകളെ ബാധിക്കുന്ന വേരിക്കോസ് വെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് സർജറി ഒഴിവാക്കി ചെറിയ സുഷിരങ്ങൾ വഴിയുള്ള ലേസർ, ഗ്ലൂ തെറാപ്പി, മൈക്രോവേവ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ തുടങ്ങിയ ചികിത്സയും ഇന്ന് സർജറിക്ക് തുല്യമായ രീതിയിലുള്ള റിസൾട്ടുകൾ ഇത്തരം രോഗങ്ങൾക്ക് നൽകുന്നു. ഇതുകൂടാതെ അപകടം മൂലം ഉണ്ടാകുന്ന ആന്തരിക രക്തസ്രാവങ്ങൾക്ക് ഓപ്പറേഷൻ ഒഴിവാക്കി ആ അമിത രക്തസ്രാവം നിയന്ത്രിക്കുവാനും ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സയിലൂടെ സാധ്യമാണ്. രോഗനിർണയത്തിന് കുത്തിപ്പരിശോധന ആവശ്യമായ ഘട്ടങ്ങളിൽ അത് കൃത്യതയോടെ സ്കാനിംഗ് ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെയ്ത് രോഗനിർണയം നടത്താനുള്ള ബയോപ്സി, FNAC മുതലായ ടെസ്റ്റുകളും ഇന്ന് വളരെ ചെറിയ മുറിവുകൾ വഴി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നു. ഇത്തരം ചികിത്സകളെല്ലാം വളരെ ചെറിയ സുഷിരങ്ങൾ വഴി ചെയ്യുന്നതിനാൽ ആശുപത്രിവാസം വളരെ കുറവാണ്. രോഗികൾക്ക് സാധാരണ ജീവിതത്തിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുവാനും സാധിക്കുന്നു.